ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ എ സീരീസിൽ അവരുടെ ഏറ്റവും ലോ ബഡ്ജറ്റ് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി A10ൻ്റെ ഒരു അൺബോക്സിങ് ഓവർവ്യൂ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. 9600 ആണ് ഇതിൻ്റെ ബോക്സ് പ്രൈസ് എങ്കിലും ഇന്ത്യയിൽ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8490, ഏകദേശം 8500 രൂപയാണ് നമ്മുടെ ഈ ഒരു സാംസങ് ഗാലക്സി A10 വിൽക്കപ്പെടുന്നത്. ഇത് 32GB, അതായത് 2GB 32GB മോഡലാണ് വരുന്നത്. നമുക്ക് കഴിഞ്ഞ മോഡലിൽ അപേക്ഷിച്ച് ഇതിൽ സാധാരണ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിംഗിൾ ക്യാമറയാണ് റിയർ ക്യാമറ വരുന്നത്. അതുപോലെ 3400 mAhൻ്റെ ബാറ്ററി ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് 4G LTE ഡ്യുവൽ സിം, അതുപോലെ തന്നെ 7884ൻ്റെ ഒക്ടോകോർ പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6.1 ഇഞ്ചിൻ്റെ HD+ TFT ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെയും 5 മെഗാപിക്സലിൻ്റെയും ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സോ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു പേപ്പർ ബോക്സ് ഉണ്ട്. അതിനകത്ത് സാംസങ്ങിൻ്റെ കുറച്ച് പേപ്പർ ബോക്സ് നമുക്ക് കാണാം. വാറണ്ടി കാർഡും അതുപോലെ ഇതിൻ്റെ ഹാർഡ്വെയർ ഇൻഫർമേഷനൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു A20 പോലെ തന്നെ ഇതിലും കേസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല സാംസങ്. ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ്. ആ ഒരു പതിവ് ശൈലി, ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല. ബാക്കിലായിട്ട് ഇത് അതുപോലെ തന്നെ മൈക്രോ USB പോർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ, അതുപോലെ ബോളി റോക്കേഴ്സ് കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ, ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ലാത്ത സിം ട്രേ. സ്പീക്കർ ഇപ്രാവശ്യം ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും താഴെയല്ല, ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോണിൻ്റെ കട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് സാധാരണ ഒരു ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ അല്ലാന്ന് തോന്നുന്നു. യെസ്, 5 വോട്ട് 1 ആംപിയർ, അതായത് 5 വാട്ടിൻ്റെ ഒരു സാധാരണ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കേബിൾ എന്ന് പറയുന്ന മൈക്രോ USB കേബിളാണ്. മറ്റ് മോഡൽസിനെ അപേക്ഷിച്ച് A സീരീസിൽ ഈ വർഷം അവർ ഇറക്കിയ മറ്റ് മോഡൽസിനെ അപേക്ഷിച്ച് ഇതൊരു മൈക്രോ USB കേബിളാണ്. അതുപോലെ ബോക്സിൽ തന്നെ നമുക്ക് സിം ഇജക്ടർ ടൂളും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഹാൻഡ്സെറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ ഹാൻഡ്സെറ്റ് ഓണായി വന്നിട്ടുണ്ട്. സെയിം അവർ A സീരീസിലെ അതേ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇവർ ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ലീഗൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതാണ് ആ വേർഷൻ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. യെസ്, 1 year വേർഷൻ 1.1, ആൻഡ്രോയിഡ് വേർഷൻ 9. അതുപോലെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചിൽ എത്രയാണെന്ന് നോക്കാം. 1 February 2019. അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. പ്രോസസ്സറിൽ മാത്രമാണെന്ന് തോന്നുന്നു ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ളത്. A30യും A15യും അപേക്ഷിച്ച് A10ഉം A20യും സെയിം പ്രോസസ്സറാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 32GB ആണ്. അതിൽ ഏകദേശം 22.9, ഏകദേശം 23 GB നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഫോണിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനിൽ. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് നമുക്ക് നോക്കാം. 13 മെഗാപിക്സലിന് ഒരു സിംഗിൾ ക്യാമറയുടെ ബാക്കിലുള്ളത്, അതുപോലെ 5 മെഗാപിക്സലിന് ഒരു സിംഗിൾ ക്യാമറ ഫ്രണ്ടിലും. രണ്ടിൻ്റെയും ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. 2 സ്നാപ്പ് ഒന്ന് എടുത്ത് നോക്കാം, ഔട്ട്ഡോറും അതുപോലെ സെൽഫി ക്യാമറയും. സോ നമ്മളതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും ഇതും കണ്ടല്ലോ അല്ലേ. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സാംസങ് ഗാലക്സി A10ൻ്റെ അൺബോക്സിങ് ഓവർവ്യൂവിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത് ഒരു വളരെ അൾട്രാ ബജറ്റായിട്ടുള്ളൊരു സെറ്റാണ്. പക്ഷേ ഇവർക്കൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. പല കമ്പനികളും ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സാംസങ്ങിനെ പരീക്ഷണം നടത്തുന്നത് അറിയുന്നില്ല. ആ ഒരു എല്ലാ ബജറ്റിലേക്കും ആ ഒരു സാംസങ് ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത്, അതായത് M സീരീസിൻ്റെ ഒരു ആ ഒരു ഓൺലൈൻ മാത്രം ലഭിക്കുന്നത് കാരണം അതിനൊരു എന്താ പറയുക, പാരലായിട്ട് അതിൻ്റെ ഓഫ്ലൈൻ സീരീസാണ് എനിക്ക് തോന്നുന്നു ഈ A സീരീസ് വഴി അവർ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരേക്കും ബൈ.